ഏതൊക്കെയോ പാട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ആ പാട്ട് കവർ ചെയ്തൂടെ, ഈ പാട്ട് കവർ ചെയ്തൂടെ. അത് ഏതാന്ന് എനിക്ക് ഇപ്പൊ ഞാൻ മിക്കവാറും കഴിയുമ്പോ അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല. ഞാൻ പണ്ട് അധികം സംസാരിക്കുമില്ലായിരുന്നു. എന്റെ വായിൽ മറ്റേ കോലിട്ട് കുത്തിയാലും സംസാരിക്കില്ല. പാട്ടുകളാണെങ്കിൽ തന്നെ അന്നും പറയും എനിക്കിഷ്ടം പഴയ പാട്ടുകൾ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എല്ലാ റൂമും പോയി കാണിക്കാൻ കനി താത്ത നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. ഇപ്പോഴത്തെ ന്യൂജൻ സോങ്സ് കേൾക്കല്ലോ. ന്യൂജൻ സോങ്സ് പറഞ്ഞെങ്കിൽ പത്ര വലിയ ഓൾഡ് അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മൾട്ടിപ്പിൾ അവാർഡ്സും നാഷണൽ ലെവലിൽ റെക്കഗ്നേഷൻസും കിട്ടിയ സിമ്പിളും എന്താ പറയുക സിംപ്ലിസിറ്റി നല്ലപോലെ ക്യാരി ചെയ്യണ വളരെ ഗോർജിയസ് ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് സിംഗറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം പൂർണ്ണശ്രീ ഹരിദാസ്. വെൽക്കം ടു ടോക്ക് ഫ്രെയിം. താങ്ക് യു. ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എലഗന്റ് ആണ്. ചെറുപ്പത്തിൽ മോളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ പറയുക ഇന്റർവ്യൂസ്. ആ ഫേസ് തന്നെ ഇപ്പോഴും അതൊന്നും ഒരു മാറ്റമില്ല, ഫേസിന് പ്രത്യേകിച്ച് മാറ്റമില്ല. അതെ അതെ അതെ. ഇപ്പൊ ചെന്നൈ സെറ്റിൽഡ് ആണല്ലേ? ഇപ്പൊ ഞാനും ഹസ്ബൻഡും ചെന്നൈയിലാണ് സെറ്റിൽഡ്. എങ്ങനെ പോണു ചെന്നൈ ലൈഫ്? നന്നായിട്ട് പോണു. ഞാൻ ചെറുതിലെ കുറെ ചെന്നൈയില് താമസിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ചെന്നൈയില് കുറച്ചു നാൾ നിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 6 മാസം MBA കോച്ചിങ്ങിന് ഇവിടെ ചെയ്താൽ മതി, പക്ഷെ ചെന്നൈ പോയി ചെയ്യണം. ചെന്നൈ ചെന്നൈനോട് ഇത്ര ഒരു ഇഷ്ടം എന്തോ പണ്ട് ഇങ്ങനെ പാട്ട് എന്ന് പറഞ്ഞാൽ ചെന്നൈ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഞാൻ ചെറുതിലെ കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെ പഠിച്ച് വന്നപ്പോ എല്ലാം അറിയാം. കർണാട്ടിക് മ്യൂസിക്കിനൊക്കെ കുറെ ഒരു എക്സ്പോഷർ കിട്ടുന്ന ചെന്നൈയാന്നുള്ള ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഇങ്ങനെ റൊമാൻസ് അങ്ങനത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ ഉള്ളില്. അപ്പൊ അങ്ങനെ ഞാനൊരു 6 months അവിടെ കോച്ചിങ്ങിന് വേണ്ടി പോയി നിന്നു. അപ്പൊ അവിടെയാണ് എന്റെ ചെന്നൈയിലെ മ്യൂസിക് സാറിന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെന്നൈയിൽ ആ ടൈമിൽ നിന്നപ്പോഴാ പോയതൊക്കെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ നിന്നപ്പോ ഒരു അവിടെ സെറ്റിൽ ഒട്ടുമില്ല. ഞാൻ ചെന്നൈയിലേക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കല്യാണം കഴിച്ചിട്ട് പോകുന്നുള്ള അല്ലാണ്ട് ചിലപ്പോ മേ ബി എന്തെങ്കിലും ജോലിയായിട്ടോ അല്ലെങ്കിൽ കോളേജായിട്ടോ ഒക്കെ പോകുന്ന തോന്നിയിട്ടുണ്ട്. പക്ഷെ കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയി സ്റ്റേ ചെയ്യുന്നുള്ളൊരു ഇല്ല, അത് ഉണ്ടായിരുന്നില്ല. ചെന്നൈയില് എത്രയായി നിന്നിട്ട്? നമ്മള് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ 2 years ആയിട്ട് ഇപ്പൊ ചെന്നൈയിൽ. ആള് പണ്ട് മുതലേ ചെന്നൈയിലായിരുന്നു. ജിതിൻ പണ്ട് മുതലേ ചെന്നൈ തന്നെയായിരുന്നു. കോളേജ് മുതലേ ആക്ച്വലി കോളേജൊക്കെ മധുരൈ ആയിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ മ്യൂസിക് എല്ലാം കുറച്ചും കൂടെ വർക്ക് ചെന്നൈയിലാണ് ആളുടെ. അപ്പൊ ആൾക്ക് തമിഴൊക്കെ നല്ല ഫ്ലുവന്റ് ആയിരിക്കും. അടിപൊളിയായിട്ട് തമിഴ് പറയും. ഞാനിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് സംസാരിക്കാൻ ഇഷ്ടം. പക്ഷെ ഞാൻ അത്ര ഫ്ലുവന്റ് ആയിട്ടില്ല. ഇപ്പൊ സ്വിഗ്ഗി ആ ഒരു ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ തട്ടിമുട്ടി എന്തെങ്കിലും പറയും, അല്ലാണ്ട് ആ ഒരു ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാറായിട്ടില്ല. പക്ഷെ ആള് ഫുള്ളി അവിടെ എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളും കംഫർട്ടബിൾ ആണ് ചെന്നൈയിലെ ആള്. കാരണം അത്രയും വർഷം നിന്നതാണല്ലോ. അപ്പൊ എല്ലാമായിട്ടും നല്ല പരിചയം, ആൾക്കാരായിട്ടും ഫുൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആള് ഇരിക്കുന്ന ചെന്നൈയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി തമിഴ് പാട്ടുകള് തമിഴ് പാട്ട് ചെറുതിലേ ഡിക്ഷനൊക്കെ പിന്നെ അമ്മ പണ്ട് മുതലേ ഇങ്ങനെ കറക്റ്റ് ചെയ്ത്, അമ്മയ്ക്കും തമിഴ് അങ്ങനെ അറിയില്ലെങ്കിലും അമ്മ ഇങ്ങനെ ഒറിജിനൽ കേട്ട് എനിക്കിങ്ങനെ പഠിപ്പിച്ച് തന്നിട്ട് വലിയ തെറ്റില്ലാണ്ട്. പക്ഷെ ഇപ്പൊ ആള് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അയ്യോ ഈ വാക്ക് ഇങ്ങനെയായിരുന്നല്ലേ പ്രൊണൗൺസ് ചെയ്യണ്ടേന്നൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലായി. അമ്മയാണ് ആദ്യ ഗുരു അല്ലേ?
അമ്മ എപ്പോഴും ആദ്യമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നേ എന്നെ ഒരു 5 വയസ്സിലെ അമ്മ അച്ഛനും ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറിന്റെ അടുത്ത് കൊണ്ടാക്കിയിരുന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് പഠിച്ചാൽ ഞാൻ ഇരിക്കില്ല. ഇത് ഞാൻ മിക്ക പണ്ട് ചെയ്ത ഇന്റർവ്യൂസിലൊക്കെ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. കാരണം അമ്മ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്താ എന്നെ പഠിപ്പിക്കാഞ്ഞെന്ന് ചോദിക്കുമല്ലോ ചെറുതിലൊക്കെ. അപ്പൊ അമ്മ എന്റെ അടുത്ത് നീ ഇരിക്കില്ല എന്നുള്ള ഒരു കളി ഇതുണ്ടാവും. നമുക്ക് ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ കോമ്പറ്റീഷനും എല്ലാം ലൈറ്റ് മ്യൂസിക് ആണ് ഫിലിം. പിന്നെ റിയാലിറ്റി ഷോയിലൊക്കെ ഫുൾ അമ്മ തന്നെയായിരുന്നു എല്ലാം. റിയാലിറ്റി ഷോസ് എനിക്ക് തോന്നുന്നു അത് ഏത് വയസ്സിലായിരുന്നു തുടങ്ങിയത്? ഞാൻ ലിറ്റിൽ മാസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു 4th or 5th സ്റ്റാൻഡേർഡ് എന്തായിരുന്നു ലിറ്റിൽ മാസ്റ്റേഴ്സ്. അപ്പൊ അന്ന് അത് എങ്ങനെയാ അതൊരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതിങ്ങനെ ഇതേപോലെ എനിക്ക് തോന്നുന്നു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് അമ്മ അച്ഛനും ഓഡിഷന് കൊണ്ടുപോയി. ഓഡിഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ മൈ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു MG റോഡിലായിരുന്നു ഒരു കടയുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് എനിക്ക് അങ്ങനെ ഒരു മെമ്മറി, വേഗ് മെമ്മറി. അവിടെ ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓഡിഷന് പോയിട്ട് കിട്ടി. പിന്നെ ട്രിവാൻഡ്രം അവിടെ ആയിരുന്നു ഷൂട്ടൊക്കെ. പിന്നെ കുറച്ച് നാള് ലിറ്റിൽ മാസ്റ്റേഴ്സ് ആയിട്ട് അങ്ങനെ അത് ഫുൾ എനിക്ക് തോന്നുന്നു പഴയ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. അതെ, അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓഡിഷൻ ഒരു മെലഡിയും ഒരു ഫാസ്റ്റും പാടണമായിരുന്നു. എനിക്കാണെങ്കിൽ ഫാസ്റ്റ് ഒന്നും അറിയില്ല. അപ്പൊ എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് നിന്നുക്കൂരി വർണ്ണമൊക്കെയാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പാടിയത്, ഫാസ്റ്റ് നമ്പർ പാടിയത്. അപ്പൊ അതൊക്കെ ഫുൾ അമ്മ ഇതാക്കി തന്നു. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം പഴയ പാട്ടുകൾ. അപ്പൊ അന്ന് എനിക്കൊരു ചോയ്സ് എന്നുള്ളതില്ല. അപ്പൊ അമ്മ ഇങ്ങനെ കേൾപ്പിച്ച് ഈ സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെ ഒക്കെ പാട്ട് ഇങ്ങനെ കേൾപ്പിച്ച് എനിക്ക് അതിനോടൊരു നാച്ചുറലി ഒരു ഇഷ്ടം. അല്ലാണ്ട് അമ്മ ഇങ്ങനെ പ്രഷർ ചെയ്ത് കേൾപ്പിച്ചിട്ടില്ല. അതിങ്ങനെ കേൾപ്പിച്ച് എനിക്ക് ഇപ്പോഴും ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അങ്ങനത്തെ ഏതെങ്കിലും പാട്ട് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വളരെ ചെറുതിലായതുകൊണ്ട് അതങ്ങനെ ഇംപ്രിന്റ് ആയി മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് റിയാലിറ്റി ഷോയിൽ മത്സരിച്ചിരുന്ന സമയത്ത് എന്റെ മിക്ക റൗണ്ട്സും ഇങ്ങനെ പഴയ പാട്ടുകളിൽ സെന്റേർഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഇന്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോ ചെറിയൊരു കുട്ടി. ഞാൻ പണ്ട് അധികം സംസാരിക്കുമില്ലായിരുന്നു. എന്റെ വായിൽ മറ്റേ കോലിട്ട് കുത്തിയാലും സംസാരിക്കില്ല. ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു നോക്കുമ്പോ അത്രയും ചെറുപ്പത്തിൽ എന്ത് രസമായിട്ട് സംസാരിക്കാൻ, വളരെ വലിയൊരു ആളിരുന്ന് സംസാരിക്കണ പോലെ തന്നെ. അയ്യോ, ഞാൻ പാട്ടുകളാണെങ്കിൽ തന്നെ അന്നും പറയും എനിക്കിഷ്ടം പഴയ പാട്ടുകൾ, ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെയും പാട്ടുകൾ. അതൊരു കംഫർട്ടബിൾ ഇതിലേക്ക് ആയിപ്പോ ചെറുതിലേ പാടി പിന്നെ അത് അങ്ങനെ സെറ്റായി. അപ്പൊ ഇപ്പോഴും അപ്പൊ ജിതിൻചേട്ടനൊക്കെ എന്റെ അടുത്ത് ഇടയ്ക്ക് പറയും, നീ വേറെ കുറെ ജോണേഴ്സ് പാടണം, കുറച്ചുകൂടെ വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കേൾക്കണം എന്നൊക്കെ പറയും. പക്ഷെ അതിലേക്ക് അങ്ങ് എന്നെ ആരെങ്കിലും പിടിച്ചു വലിച്ച് ഇടണം. വന്നാലും ബാക്ക് ടു ഞാൻ തിരിച്ച് പെട്ടെന്ന് ആരെങ്കിലും പാടാൻ പറയുമ്പോ ഇപ്പൊ ഷോസ് ആണെങ്കിലും ഇപ്പൊ ചെയ്തു തുടങ്ങിയപ്പോഴും ഞാൻ പാടുന്നതൊക്കെ അന്ന് പാടിയ ഓപ്പണിംഗ് ഗാനമേളയ്ക്കൊക്കെ നമ്മൾ പാടുന്ന അപ്പൊ മോഹം കൊണ്ട് ഞാൻ അങ്ങനത്തെ. അപ്പൊ അതാണ് എനിക്ക് ഇപ്പോഴും ഫസ്റ്റ് വരുന്നത്. പക്ഷെ അതൊക്കെ എത്ര കേട്ടാലും പിന്നെ ആൾക്കാർക്ക് നോന്നും അറിയില്ല, ആരും വേണ്ടാന്ന് പറയും. ഇപ്പൊ ഉരുസനം അങ്ങനത്തെ അതൊക്കെ ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ ഇത് എത്ര നാളായി പാടാൻ തുടങ്ങിയിട്ട്, ഇതൊക്കെ ഒന്ന് മാറ്റാറായില്ലേ. പക്ഷെ ഇപ്പൊ അതാരും കേൾക്കുമ്പോ തന്നെ അവർക്ക് അങ്ങനെ വേറെ പാടാമായിരുന്നു എന്ന് ആരും പറയില്ലാത്ത ടൈപ്പ് സോങ്സാ. ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെറുപ്പം മുതലൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഗാനമേള, ഗാനമേള വാസ് എ ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നാണ് പറയാ ആ ഒരു ടൈമില്. കാരണം ഈ റിയാലിറ്റി ഷോ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ അണ്ണാറക്കണ്ണയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിരുന്നല്ലോ റിയാലിറ്റി. അണ്ണാരക്കണ്ണ ഒക്കെ സമയത്തായിരുന്നു വന്നത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇത് മോഹൻ സിത്താര സാർ ആയിരുന്നു മെയിൻ ജൂറി. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ഇയർ തന്നെയാണ് ഭ്രമരം സംഭവിച്ചത്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നു കുറച്ചിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഗാനമേള ആ ഒരു സോണിലായിരുന്നു കുറച്ച്. അണ്ണാരക്കണ്ണയ്ക്കുള്ള കോൾ ഉണ്ടല്ലോ, അത് ഫസ്റ്റ് പോവാൻ നേരത്ത് അറിയായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റെക്കോർഡിംഗ് എന്നൊക്കെ പറയുമ്പോ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും ചെറിയ കുട്ടിയാണ്. സാർ ഇങ്ങനെ അച്ഛനെയാണല്ലോ വിളിക്കുന്നതൊക്കെ. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ തൃശ്ശൂർ സാറിന്റെ വീട്ടിലാണ് റെക്കോർഡിംഗ് ഒക്കെ എപ്പോഴും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സാറിന് പാടിയതെല്ലാം അവിടെ തന്നെയാ. അപ്പൊ ഇങ്ങനെ എവിടെയോ നമ്മളിങ്ങനെ യാത്ര പോണ വഴിക്കാന്ന് തോന്നുന്നു സാറ് വിളിച്ചത് വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ സാറ് പാടിപ്പിച്ചു നോക്കി എന്നെ ഫോണില്, കാരണം എന്റെ ശബ്ദം മാറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. കാരണം ചെറുതിലെ പാടുമ്പോഴേ കുറച്ച് മെച്ചോർഡ് വോയിസ്, അങ്ങനെ ഭയങ്കര കുട്ടി വോയിസ് ആയിരുന്നില്ല. അപ്പൊ സാറിന് ആ കുട്ടി വോയിസാ വേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾ പാടുന്ന സീനാണല്ലോ, അതുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പാടിച്ചു നോക്കി, എന്നിട്ട് സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ
പോയി പാടിയെന്നാണ് എനിക്ക് തോന്നുന്നു അത്രയും ചെറുതായിട്ടുണ്ടോ ആ ടെൻഷൻസ് ഒന്നും അത്ര അറിയാനുള്ള പ്രായമല്ലല്ലോ. അന്നൊന്നും അങ്ങനെ വലിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സംഭവത്തിലൊന്നല്ല. എനിക്ക് വളരെ വെയ്ഗ് മെമ്മറിയാ സാർ ഹാർമോണിയം വെച്ച് പറഞ്ഞു തരുന്നത്, അങ്ങനത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉള്ളൂ. ഇരുത്തി പാട്ട് പഠിപ്പിക്കണ പോലത്തെ പാട്ടൊക്കെ അപ്പൊ തന്നെ ഇങ്ങനെ പഠിപ്പിക്കുകയാണല്ലോ ഫേസ് ടു ഫേസ്. അതൊക്കെ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അണ്ണാരക്കണ്ണ അന്ന് ആ പാട്ടുപാടത്തിൽ ഒറ്റ കുട്ടികൾ പോലും ഉണ്ടായിട്ടുണ്ടല്ലോ. അത്രയും ഭയങ്കര പോപ്പുലർ ആയിട്ട് ഇപ്പോഴും അത് ലൈക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ സന്തോഷമാണ്. ബട്ട് സംവെയർ ഒരു അത് മാത്രമായ ഒരു ഐഡന്റിറ്റി എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അങ്ങനെ ചില സമയത്ത് തോന്നും. പക്ഷെ എന്നാലും സ്റ്റിൽ അതാണ് ഞാൻ എന്നുള്ളൊരു സംഭവം അതുണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ എപ്പോഴും ഭയങ്കര, സാർ എന്നെ ചീത്ത പറയാം എപ്പോഴും, നീ എന്നെ മാത്രം എന്ത് ചെയ്യുന്നു, നീ എല്ലാരും വിളിക്കണം, നീ എല്ലാം പോയി ചെയ്യണം, അങ്ങോട്ട് ചോദിക്കണം. സാർ ഇങ്ങനെ ചീത്ത പറയും. സാറ് ഞാനിപ്പോ പാട്ടൊന്നും ചെയ്യുന്നില്ല അവനൊക്കെ പറഞ്ഞ ഇതൊക്കെ ചെയ്യും. അപ്പൊ സാറ് അങ്ങനെയൊക്കെ ചീത്തയൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സാറിന് എപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്. ആ പാട്ട് തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു സമയത്ത് അതും ഒരു എക്സൈറ്റ്മെന്റ് ചെറുതായിട്ടൊരു ഷോക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അനുപല്ലവി ചരണം വന്നപ്പോ പെട്ടെന്ന് മെയിൽ വോയിസ് ആ ഒരു ഞെട്ടലല്ലേ. പക്ഷെ അമ്മയ്ക്ക് അച്ഛനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിനിമയിൽ പാടി എന്നുള്ളൊരു ആ ഒരു സംഭവല്ലേ, അതാണ്. മറ്റേതൊക്കെ കവർ ചെയ്തങ്ങ് പിന്നെയാണ് നമ്മള് ഇതിങ്ങനെ ഫുൾ പാടിയിട്ട് അത് മാറി വന്നല്ലോ വേർഷൻ. പിന്നെ കൊറേ വേർഷൻസ് ഉണ്ട് അണ്ണാർക്കണ്ണയ്ക്ക്. ഈ റേഡിയോയിലൊക്കെ വരുന്ന വേർഷൻ അത് ഡിഫറെന്റാ. അതില് ഓരോ ലൈനും ഓരോ സിംഗറാ പാടിയേക്കുന്നേ. അപ്പൊ അങ്ങനെ കുറച്ച് ഇതുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോ അണ്ണാർക്കണ്ണ പ്ലേ ആവുന്നത് ആ വേർഷനാ. അത് അന്ന് പിന്നെ അർത്ഥമുണ്ടാവില്ല അത്രയും വലിയൊരു ഹിറ്റ് ആവുക പാട്ട്. അതൊരു ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. അത് ലാലേട്ടന്റെ മൂവി. പിന്നെ അതില് ലാലേട്ടനും പാടിയിട്ടുണ്ടല്ലോ അണ്ണാർക്കണ്ണ. അപ്പൊ ആ പാട്ടിന് ആ മൂവിയിൽ ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ ട്യൂൺ ആ സാധനം അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു ഭയങ്കര അതിന്റെ ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു. പക്ഷെ എനിക്ക് ഇൻഫാക്ട് അണ്ണാർക്കണ്ണേക്കാളും ഇഷ്ടം എനിക്ക് തെക്കോ തെക്കൊരിക്കില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത് അണ്ണാർക്കണ്ണയാണ്. പക്ഷെ എനിക്ക് ആ പാട്ട് വൈസ് എനിക്ക് മറ്റേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, തെക്കോ തെക്കൊരിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഇപ്പോഴും ഈ കാണുമ്പോഴും 4 വരെ അണ്ണാർക്കണ്ണ. അപ്പൊ എന്തായാലും പാടണം. അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവാ ഒരു പുന്നാരത്തേൻ കനി താത്ത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി, അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാരക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എന്താ പറയാ കുട്ടികളൊക്കെ ഏറ്റുപാടുന്നൊരു പാട്ട് കൂടിയാണല്ലേ. ഇത് പഠിപ്പിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഇങ്ങനെ നല്ല രസത്തിലായിരിക്കും പഠിക്കുക, അതിന്റെ ലിറിക്സ് ഭയങ്കര രസമല്ലേ? അണ്ണാരക്കണ്ണാവാ. പക്ഷെ എനിക്ക് പഠിപ്പിച്ചതൊന്നും അങ്ങനെ ഒരു ഓർമ്മയില്ല എങ്ങനെയാണ്. എനിക്ക് സാറിന്റെ എനിക്ക് അത് എനിക്ക് തോന്നുന്നു തെക്കോ തെക്കൊരിക്കലാന്ന് തോന്നുന്നു റെക്കോർഡിങ്ങിന്റെ ഇടയ്ക്ക്. അത് ഇങ്ങനെ ഭയങ്കര ചെറിയ മെമ്മറീസ് ഒക്കെ ഉള്ളൂ. അത് പാടിയപ്പോ എവിടെയോ ഇങ്ങനെ ശരിയാവാണ്ടായിരുന്നപ്പോ ഞാനിങ്ങനെ സാർ അത് ഒരു പ്രാവശ്യം കൂടെ അങ്ങനെയൊക്കെ പറയാനുള്ളൊരു ചെറിയൊരു ഇത് വന്നു അപ്പോഴേക്കും. അപ്പൊ സാറ് പറഞ്ഞു, നീ കേസ് ചിത്രമൊന്നുമല്ലല്ലോ, നീ പാടുമ്പോ കുറച്ച് ഇംപെർഫെക്ഷൻസ് വേണം, കുട്ടികളുടെ പാട്ടായിരുന്നു. അത് വേണമല്ലോ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ പിച്ച്. പിന്നെ സാറിന് ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ സാർ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, പിന്നെ ഇങ്ങനെ പാടിപ്പിച്ചുകൊണ്ടിരിക്കൊന്നുമില്ല. അതെനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ ഈ ഹാർമോണിയം വെച്ച് പറഞ്ഞു തന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അവാർഡ്സുകളും ഇതിനും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഈ പാട്ടിന്? ഇതിനങ്ങനെ ഇല്ല അവാർഡ് ഇൻ ദ സെൻസ്. ഏതോ ഒരു ഇൻസ്പയർ ഫിലിം അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവാർഡ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് അങ്ങനെ മേജർ അവാർഡ് ഇതിനായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ ഈ മറ്റേ ഫംഗ്ഷൻസിനൊക്കെ അത് സ്കൂൾ ലെവൽ. അത് ഞാൻ ഭവൻസിലാണ് പഠിച്ചത്, ഭവൻസ് ആദർശ വിദ്യാലയ കാക്കനാട്. അപ്പൊ അവിടെ നമുക്കിങ്ങനെ ഓൾ കേരള ഭവൻസ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവും. അതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 8 years കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇങ്ങനെ ലൈക്ക് നമ്മൾ ഇപ്പൊ ഇത് കലാതിലകൊക്കെ പോലെ തന്നെ ഭവൻസ് ഫെസ്റ്റിന് ഭവൻസ് ജ്യോതിയാണ് അവരുടെ ആ ടൈറ്റിൽ. അപ്പൊ സ്കൂളിൽ ഇപ്പോഴും ആ ഒരു 8 years കണ്ടിന്യൂസ്. ഞാൻ മിക്കപ്പോഴും പോയിക്കൊണ്ടിരുന്ന ലൈറ്റ് മ്യൂസിക്
ക്ലാസിക്കൽ മ്യൂസിക്, മലയാളം റെസിറ്റേഷൻ, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ്, ഹിന്ദി റെസിറ്റേഷൻ, അങ്ങനെ പോകും. ഇങ്ങനെ മാക്സിമം പോയിന്റ് ഇടുന്ന ആൾക്ക് ഫീമെയിൽ സ്റ്റുഡന്റിനാണ് ഇത് കിട്ടുന്നത്, മൊമെന്റ്സ് ജ്യോതി. അപ്പൊ അതിങ്ങനെ 8 years കോൺസിക്യൂട്ടീവ് അങ്ങനെ. അതാണ് സ്കൂളിലെ ഒരു മേജർ. പിന്നെ അത് കഴിഞ്ഞ് ദാസേട്ടന്റെ കൂടെ ഒരു അവാർഡ് വാങ്ങാൻ പറ്റും. അതൊരു സ്റ്റേറ്റ് ലെവൽ, എന്താ സാറിന്റെ അച്ഛന്റെ അഗസ്റ്റിൻ ജോസഫ് മെമ്മോറിയൽ ഒരു അവാർഡ്. അതിങ്ങനെ എല്ലാ വർഷവും സ്റ്റേറ്റ് ലെവലിലായിട്ട് അവര് കർണാട്ടിക് മ്യൂസിക്കിന് ഒരു കോമ്പറ്റീഷൻ നടത്തും. എന്നിട്ട് വിന്നറിന് സാറ് സ്പോൺസർ ചെയ്യുന്ന ഒരു തമ്പുരുണ്ട്, ദാസ് സർ. അപ്പൊ അത് ആ ഒരു വർഷം ഞാൻ കോമ്പീറ്റ് ചെയ്തിരുന്നത് സ്കൂളിലായിരുന്നു. ഇപ്പൊ തോന്നുന്നു 11th or 12th. അത് പ്രൈസ് സാറ് തരിക. അതൊരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ട് വെച്ചിട്ട് സാറ് തന്നെ തരും. അന്നാണ് ഫസ്റ്റ് കാണുന്നത്. അന്നായിരിക്കും. അതെ, ഭയങ്കര വലിയൊരു മൊമെന്റ് ആയിരുന്നു. നല്ലൊരു ഭയങ്കര അൺഎക്സ്പെക്ടഡ് ഇതായിരുന്നു. ഇപ്പൊ ഇത്രയും അവാർഡ്സ്, അല്ല ചെറുപ്പത്തിൽ തന്നെ അത്രയും അവാർഡ്സ് കിട്ടിയപ്പോ ഇപ്പൊ ലുക്കിംഗ് ബാക്ക് നൗ എന്ന് പറയുമ്പോൾ ഈ അവാർഡ്സ് അന്നൊരു ശരിക്കും പറഞ്ഞ പ്രഷർ ആയിരുന്നു, അതൊരു ബ്ലെസ്സിങ് ആയിരുന്നോ? അന്ന് ബ്ലെസ്സിങ് ആയിരുന്നു. അന്ന് നമ്മൾ ഭയങ്കര അംബിഷ്യസ്, കുറച്ചൊക്കെ ലൈക്ക് ഒരു സ്കൂൾ 10th ഒക്കെ കഴിയുമ്പോഴേ നമ്മൾ ഭയങ്കര ഇത് എന്താന്ന് അറിഞ്ഞു വരുമ്പോൾ ഉള്ളൊരു വളരെ അംബിഷ്യസ് ആയിട്ടുള്ളൊരു ഞാനായിരുന്നു അന്ന്. അപ്പൊ അന്ന് ഭയങ്കര ഇങ്ങനെ കോളേജിലേക്ക് വന്നപ്പോഴേക്കും ഗ്രാജുവലി ഇത് കോളേജിൽ, സേക്രഡ് ഹാർട്ട് കോളേജിൽ അങ്ങനെ അല്ലായിരുന്നു. കാരണം അവിടെ 3 വർഷം യൂണിവേഴ്സിറ്റി കലോത്സവം, അതില് അത് MG യൂണിവേഴ്സിറ്റി കലാതിലക്, അത് 3rd year ആണ്. പക്ഷെ ആ 3 years ഇതേപോലെ തന്നെ ഒരു ഭയങ്കര കോമ്പറ്റീഷനും പ്രോഗ്രാംസും ബാൻഡും കോളേജ് ബാൻഡ് അങ്ങനെ പാട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. കോളേജിൽ കയറുമ്പോ തന്നെ ഒരു സെലിബ്രിറ്റി, ആ സമയത്ത് അത്യാവശ്യം എല്ലാവർക്കും ഇങ്ങനെ പാട്ട് പാടുന്ന ആളാണെന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ കുറച്ചൊരു കൺഫ്യൂസ്ഡ് സ്പേസിലായിരുന്നു. കോളേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഇനി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും വരുമല്ലോ. എനിക്കത് വന്നത് കാരണം ഒരു ഗ്രൂപ്പ് ആൾക്കാർ പാട്ടല്ലേ, പാട്ട് ഫുൾ ടൈം എന്നുള്ളൊരു ഇത്, പിന്നെ ഒരു സൈഡിൽ ഇനി പഠിക്കണ്ടേ, ജോലി, അങ്ങനത്തെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ഫേസ് ആയിരിക്കും. അത് ഭയങ്കര ഒരു പ്രഷറായിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കോളേജിലെ സാറുമാർ, എനിക്ക് ഭയങ്കര അടുപ്പമുള്ള സാറുമാരൊക്കെ അവർ പറയും, നീ ഇവിടെ MCOM ചെയ്യും, നമുക്ക് ഇവിടെ കലോത്സവത്തിനൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ. ഞാൻ പറയാം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കൊരു ചേഞ്ച് വേണമെന്നൊക്കെ തോന്നുന്നില്ല. അപ്പോഴാണ് ഞാൻ ആക്ച്വലി ചെന്നൈ പോയത്. ആ ഇയർ ആ കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയത്താണ് ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ MBA ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു 6 months കോച്ചിങ് ഒക്കെ. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഇവിടെ MBA കോച്ചിങ് ഇല്ലായിരുന്നോ, എന്തിനാ ചെന്നൈ പോയി കോച്ചിങ് ചെയ്യുന്നത്? പക്ഷെ എന്തോ അപ്പോഴത്തെ ഒരു ഗട്ട് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഡൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ സെൽഫ് ഡൗട്ടിന്റെ സമയമായിരുന്നു. എന്നിട്ട് ഞാൻ ചെന്നൈയില് ഒറ്റയ്ക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അമ്മ അച്ഛനൊക്കെ ഇപ്പോഴും പറയും, ഞങ്ങളന്ന് എങ്ങനെയാ നിന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ പോയി നിന്നതല്ലേ. അപ്പൊ എന്നിട്ട് അവിടെ കോച്ചിങ് ഞാൻ അവിടെ എന്റെ ചെമ്പൈ R വൈദ്യനാഥൻ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത് ഞാൻ പാട്ട്. അപ്പൊ സാറിനെയൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ മീറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ കോച്ചിങ് കഴിഞ്ഞ് സാറിന്റെ അടുത്ത് ക്ലാസ്സിന് പോകും. അപ്പൊ ഈ കോച്ചിങ് ഒരു സ്ട്രെസ്സിങ് സംഭവമായിരുന്നു. MBAയുടെ കാറ്റിന്റെ കുറച്ച് പാടാണ്. അതാണ് എന്റെ ഒരു വല്ലാത്തൊരു ഫേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാറിന്റെ പാട്ട് പഠിക്കാൻ പോകും. പക്ഷെ എനിക്ക് അതിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കോച്ചിങ് നടന്നു, പിന്നെ കാറ്റ് എഴുതി, പിന്നെ MBAക്ക് ചേരണം. അപ്പൊ MBAക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ബാംഗ്ലൂരാ. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ കോവിഡ് വന്നപ്പോ കുറച്ച് നാള് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ ബാംഗ്ലൂര് പോയി. ബാംഗ്ലൂര് എനിക്ക് തോന്നുന്നു 1 year ആയിരുന്നു ബാംഗ്ലൂർ ക്ലാസ് ഒക്കെ. കാരണം ഞങ്ങളുടെ കോവിഡ് ബാച്ച് ആയിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ലൈക്ക് ഞാനൊന്നും പ്ലാൻ ചെയ്യാണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ജോബായി. അപ്പം മ്യൂസിക് ഡൗൺ ആയി വന്നു. അതാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ അറിയാണ്ട് തന്നെ അതിന്റെ ഒരു പാർട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നു. അപ്പൊ MBA ചെയ്ത സമയത്ത് ഞാൻ ആക്ച്വലി കുറച്ചൊരു കോളേജൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ അന്ന് എനിക്ക് അത്രയും ഇതായിരുന്നില്ല. അത് ഇപ്പൊ കുറച്ച് ഭയങ്കര കവേഴ്സ് അല്ലാണ്ട് ഒറിജിനൽ ഒക്കെ ഞാൻ ചെയ്തത് ആ സമയത്ത് ഞാനിപ്പോ ആലോചിക്കുന്നേ ഞാൻ അന്ന് അത് ചെയ്തല്ലോ എന്ന്. ചില നല്ല എനിക്ക് ഭയങ്കര ഇപ്പോഴും അത് അന്ന് ചെയ്ത് നന്നായി തോന്നുന്ന കുറച്ച് വർക്ക്സ് ഞാൻ ആ സമയത്ത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പ്ലേ ബാക്ക് സിംഗിങ്ങില്
ഞാൻ തന്നെയാണ് ഉത്തരവാദി. അത് ഞാൻ ആ കുറ്റം ഞാൻ തന്നെ ഏറ്റു. അത് വെറുതെ കംപ്ലൈന്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഞാനൊരു എഫേർട്ട് ഇട്ടിട്ടില്ല. ഞാനിപ്പോ നമ്മൾ കമ്പോസേഴ്സിനെ പോയി മീറ്റ് ചെയ്യുക, കമ്പോസേഴ്സിനെ വിളിക്കുക, നമ്മുടെ ഡെമോ അയച്ചു കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത് ആക്ച്വലി. അല്ലാണ്ട് നമ്മളെ തേടി അവര് വരില്ലല്ലോ. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല ആ ടൈമില്. പിന്നെ ആഫ്റ്റർ എ പോയിന്റ് ഒരു കണ്ടന്റ്മെന്റ് കിട്ടുന്ന കാര്യം എന്താണോ അത് ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു ഫേസിലേക്ക് എത്തി എങ്ങനെയൊക്കെയോ. പിന്നെ എനിക്കിങ്ങനെ ഒന്നും ഭയങ്കര അങ്ങനെ പാഷൻ എന്നുള്ള ആ ഒരു എന്തോ അറിയില്ല. അതിപ്പോ പാട്ടാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് ലൈക്ക് ഭയങ്കര അംബിഷ്യസ്, പക്ഷെ എവിടെയോ ലൈക്ക് ഐ ലോസ്റ്റ് ദാറ്റ് ആ ഒരു പാട്ട് എന്താ പറയാ ഭയങ്കര ആ ഒരു ഇതില്ലേ. എനിക്ക് ചെറുപ്പത്തിലെല്ലാം കിട്ടിയോണ്ടാണ് തോന്നുന്നു. അതാവാം. ഞാനത് പല സമയത്ത് ആലോചിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു. മുന്നേ തരുവാണ് ഒരു പാട്ട് പെട്ടെന്ന് കിട്ടി, അത് ഭയങ്കര ഹിറ്റായി, അതും എക്സ്പീരിയൻസ് ചെയ്തു. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, പക്ഷെ ലൈക്ക് ആ ഫെയിമിന്റെ ഒരു ഇതെന്താ നമ്മൾ പോകുമ്പോ ആൾക്കാർ ഈ മറ്റേ തിരിച്ചറിയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ആ പണ്ട് ഇതറിഞ്ഞോണ്ട് അത് ശരി. ആഫ്റ്റർ പോയിന്റ് എനിക്ക് അതിനോടൊരു ക്രേസ് ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നല്ലോ. പക്ഷെ മ്യൂസിഷ്യൻ ആസ് എ മ്യൂസിഷ്യൻ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യായിരുന്നു ആ ഒരു ടൈമിൽ. പക്ഷെ അതെന്റെ ആ ഒരു പാത്ത് മാറിയപ്പോ എനിക്ക് അതിനുള്ള ഒരു ടൈമും എന്റെ ഒരു മെന്റൽ സ്പേസ് എനിക്ക് രണ്ടും ചെയ്യാൻ ഐ തോട്ട് ഐ വാസ് എ മൾട്ടി ടാസ്കർ. പക്ഷെ ഞാൻ അല്ലായിരുന്നു അതല്ല ഞാൻ എന്നുള്ളത് എനിക്ക് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ എനിക്കിപ്പോ ഈ ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർ ആസ് എ ഹോം മേക്കർ എനിക്ക് അതും ഇഷ്ടമാണ്. അപ്പൊ എനിക്കിങ്ങനെ എല്ലാം ബാലൻസ് ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാം. എനിക്ക് വീട്ടിലേക്ക് വരാം, എന്റെ ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം, എവിടെയെങ്കിലും പോവാം. പാട്ടാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഇഷ്ടമുള്ളത് ചെയ്ത് സമാധാനമായിട്ട് പോവാമെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആലോചിക്കും, ഞാൻ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 20s അടുത്ത എന്താന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ മൊമെന്റ് ഇങ്ങനെ നമുക്ക് ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ലാത്തോണ്ട് അതിനെ കുറിച്ച് അധികം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ആളും മ്യൂസിക് തന്നെ ആയതുകൊണ്ട് കുറച്ചും കൂടെ വീട്ടില് മ്യൂസിക്കിന്റെ ഒരു ഡിസ്കഷൻസ് അങ്ങനെ വലിയ അതിലോട്ട് വരാം. കല്യാണം ഏതൊരു മീൻസ് എങ്ങനെയാ അത് ആ ഒരു സംഭവം സെയിം പാട്ടുകാരൻ തന്നെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലെസ്സിംഗ് ആണ്. അതൊരു ബ്ലെസ്സിംഗ് ആണ്. അത് ഏറ്റവും കോമഡി. ഞാൻ ചില നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല, വേണം എന്നുള്ളതും വേണ്ട എന്നുള്ളതും. എനിക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം, എനിക്ക് ഈ ഫീൽഡിലുള്ള ഒരാളെ കല്യാണം കഴിക്കണ്ട, ചിത്രം കേൾക്കണ്ട, അങ്ങനെ ആയത്. അത് ജിതിൻചേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് പാട്ട് പാടുന്ന ആൾ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആർട്ട് ഒരു ഫീൽഡിലുള്ള ആള് അവിടെ കോമ്പറ്റീഷൻ വരുന്നുള്ള കോമ്പറ്റീഷൻ എന്നല്ല, എന്തോ ഇപ്പൊ എന്റെ ഒക്കെ ഫാമിലിയിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പാട്ടുകാരനെ എന്നെ ചിപ്പിന്ന് വിളിക്കുന്നത്. അപ്പൊ ചിപ്പി പാട്ടുകാരനൊന്നും കല്യാണം കഴിക്കണ്ടോ, പിന്നെ ഭയങ്കര ഈഗോ ആയിരിക്കും മറ്റേ അതൊന്നും പണ്ട് പോലെ ഇങ്ങനെ കേൾക്കുന്നല്ലേ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചെറുതിലും ഞാൻ പാട്ടുകാരനെ കല്യാണം കഴിക്കില്ല, എനിക്ക് പാട്ടുകാരനെ വേറെ ആരെങ്കിലും. അപ്പൊ ഇത് നമ്മൾ ആക്ച്വലി നമുക്ക് അറിയായിരുന്നു, ആളിപ്പം റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് അങ്ങനെ കണ്ടറിയാം. ഇന്ത്യൻ വോയിസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കിങ്ങനെ ടിവിയിലൊക്കെ കണ്ടറിയാം ഇങ്ങനെ ഒരാളുണ്ട് കേരളത്തില്, ജനിച്ചു വളർന്ന ആള്, ചെന്നൈയിൽ കുറെ പാട്ടുകളൊക്കെ പാടി സൂപ്പർ സിംഗറിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്ഡേറ്റ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇന്ന് ഈ പാട്ട് പാടി ആ പാട്ട് പാടി എന്നൊക്കെ ഉള്ള ഒരു ഇതറിയാം. പിന്നെ ആൾക്ക് എന്നെ ചെറുതിലെ ലിറ്റിൽ മാസ്റ്റേഴ്സിൽ കണ്ടറിയാം. ആളുടെ വീട്ടിലെ അമ്മയൊക്കെ ചെറുതിലെ ആ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കുട്ടി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴാട്ടോ ഞാൻ അറിയുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഒരു ആസ് എ മ്യൂസിഷ്യൻ അന്നേ നോട്ടിട്ട് വെച്ചിട്ടുണ്ടെന്നൊരു വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളങ്ങനെ ഒട്ടും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട്, ഞാൻ ആക്ച്വലി ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മ്യൂസിഷ്യൻ ആണല്ലോ, അപ്പൊ അങ്ങനെ ഒരു മീറ്റ് ചെയ്ത് പിന്നെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു കണക്ഷനും ഇല്ലായിരുന്നു. ഭയങ്കര ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും സ്റ്റോറി ഒക്കെ കാണുമ്പോൾ നല്ല സോങ് എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ വെരി നൈസ് അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദി ബെസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം പെട്ടെന്നുണ്ടായൊരു
നമ്മളൊരു കോൺവെർസേഷൻ നീണ്ടു പോയി അവസാനം അങ്ങനെ ഒരു മേ ബി അത് കുറച്ച് വർഷം 2-3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മള് എനിക്ക് തോന്നുന്നു മേ ബി ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം, അതുമല്ല ഫ്രണ്ട്സ് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പോലും വെറുതെ ഇൻസ്റ്റഗ്രാമിൽ നമ്മള് അങ്ങോട്ടും അറിയായിരുന്നു. ഇത് ലൈക്ക് മ്യൂസിക്കിനെ കുറിച്ചുള്ള സംസാരം മാത്രം. മ്യൂസിക് മേ ബി മ്യൂസിക്, പിന്നെ ചെറിയ ഇപ്പം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലൈഫിൽ ഒരു സെറ്റിൽഡ് ആവണ ഒരാള് വേണം എന്നുള്ള അതാണ് ഞാൻ ഡെസ്റ്റിനി എന്ന് പറഞ്ഞത്. രണ്ടുപേരും ഏകദേശം ഒരു പേജിൽ നിൽക്കുന്ന സമയത്താണ് ആ കോൺവെർസേഷൻ ഉണ്ടായത്. അപ്പൊ വൈ നോട്ട് എന്നുള്ളൊരു അങ്ങനെ നിങ്ങൾ തമ്മിലെടുത്ത ഡിസിഷൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ സ്റ്റോറി ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സ്റ്റോറി ഒന്നും ഇല്ല പറയാൻ. നമ്മൾ അങ്ങനെ അപ്പൊ നമ്മൾ വിചാരിച്ചു അതിനെപ്പറ്റി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്തു. പക്ഷെ അതിനു മുമ്പേ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ എനിക്കിങ്ങനെ മറ്റേ കുറച്ച് ഡേറ്റ് ചെയ്ത് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. കുറച്ച് ടൈം എടുത്ത് അങ്ങനെയല്ല, ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ അത്. ജിന്ദാണ്ടൻ പറഞ്ഞു ഞാനെങ്ങനെയാ ചെയ്തത്. പക്ഷെ ജിന്ദാണ്ടൻ എന്റെ ഇപ്പോഴും പറയുന്നത് ലൈക്ക് സംവേർ ഐ ഫെൽറ്റ് ലൈക്ക് യു ആർ ദ റൈറ്റ് പേഴ്സൺ എന്നുള്ളൊരു ഫീൽ ഇല്ല. അപ്പൊ ഞാനിക്കും അങ്ങനെ തന്നെ ഒരു എന്താ ഒന്നെങ്കിൽ നന്നാവോ അല്ലെങ്കിൽ പോയി അങ്ങനെ. നമ്മൾ ട്രിവാൻഡ്രത്ത് മീറ്റ് ചെയ്ത് സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോ നമ്മൾ അത്യാവശ്യം കുറെ നാളെ സംസാരിക്കേണ്ട കാര്യം ഒരു ദിവസത്തിൽ സംസാരിച്ച ഒരു ഇതില്. പക്ഷെ അന്നും ഒരു വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ചില കാര്യങ്ങളില് നമ്മൾ ഏകദേശം ഒരേ കോമൺ ഇതാണെന്ന് മനസ്സിലായി. അത് ശരിക്കുമാണ്. കുറെ പെർസ്പെക്റ്റീവ് നമ്മുടെ സെയിം ആണ്. വൈബ് കണക്ട് ആയി. ആക്ച്വലി വൈബ് ഒന്നാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ തന്നെ വിചാരിച്ചു ഇതിനി കൂടുതൽ നീട്ടി കൊണ്ടുവന്ന് വേഗം ഉള്ള വൈബ് അതന്നെ നമ്മൾ സംസാരിച്ച് കൊളാക്കാന്നൊക്കെ പറയില്ലേ. അതിനു മുമ്പ് നമ്മള് വീട്ടിലൊക്കെ പറഞ്ഞു. വീട്ടിലെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, 2 വീട്ടിലും. അപ്പൊ അങ്ങനെ ആഫ്റ്റർ മാരേജ് അല്ലായിരുന്നു പെരിയോനെ എന്നുള്ളത് റിലീസായത് 25. പക്ഷെ ആള് കുറെ നാൾ മുമ്പ് പാടിയതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരുമിച്ച് വന്നത് റിലീസായത് കല്യാണം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ആ കല്യാണം കഴിഞ്ഞ സമയം പ്രത്യേകിച്ച് ഹണിമൂണിനൊന്നും പോണ്ടി വന്നില്ല. കാരണം ഭയങ്കര ഒരു ബൂസ്റ്റ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫേസ് ആയിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. കാരണം ആ സമയത്താണ് ഇത് ഇറങ്ങിയത്. പെട്ടെന്നൊരു ഗുഡ് തിങ് ഹാപ്പൻഡ് എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ പാടിയത് കുറെ നാള് മുമ്പ് പാടിയത്. പാടി വെച്ചിട്ട് പിന്നെ അത് കല്യാണം കഴിഞ്ഞിട്ടാണ് റിലീസായത്. ഇതൊക്കെ കുറെ നാള് മുമ്പ് റെക്കോർഡ് ചെയ്തതാ. പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മുടെ ആണോ വരുന്നത്, എന്താ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ പാടിയിട്ടുണ്ട് ആടുജീവിതത്തിൽ. അപ്പൊ ഞാൻ ആടുജീവിതം നമ്മൾ കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വരും. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ തമ്മിലിങ്ങനെ പറയുന്നു അത് റിലീസാവുമ്പോ എങ്ങനെയായിരിക്കും, അത് ഉണ്ടായാ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചെറിയ ഡിസ്കഷൻസ്. പക്ഷെ ആള് ഭയങ്കര വരും എന്നുള്ളൊരു വന്നാ കുഴപ്പമില്ല. ആള് പൊതുവേ ആളുടെ ഒരു കോർ അങ്ങനെയാണ്. കൊറേ ഭയങ്കര ശാന്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴല്ല, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് ആള് ഭയങ്കര കാമാണ്. വരുന്നത് വരും, നമുക്കുള്ളത് വരും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിൽ വരില്ല. നമ്മൾ ആ ഒരു എഫേർട്ടും ഹാർഡ് വർക്കും ഇട്ടാൽ വരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അന്ന് ഇങ്ങനെ നമ്മൾ പറയുന്നു ആടുജീവിതം ആ സമയത്ത് റിലീസ് ആവുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അത് March ടൈമിൽ എന്തോന്നു അന്ന് തിയേറ്ററിൽ ഒരുമിച്ച് പോയിട്ടായിരുന്നു പടം കണ്ടതല്ലേ. ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ആ പാട്ട് വരുമ്പോൾ. അത് നമ്മള് ആക്ച്വലി എന്റെ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. ഇത്രയും ഒരു ഹിറ്റ് ആവുന്നും ഉള്ളത് അല്ലേ ഭയങ്കരമായിട്ട് എല്ലാരും ഒരു കാലത്ത്. പിന്നെ പെരിയോനെ ഭയങ്കര അത് ആള് ആക്ച്വലി മലയാളത്തിൽ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്. പക്ഷെ തമിഴില് പാടിയിട്ടുണ്ട് പോപ്പുലർ ആയിട്ടുള്ള സോങ്സ്. പക്ഷെ ഇവിടെ ആള് മലയാളിയാന്ന് പോലും മിക്കവർക്കും അറിയണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ആള് പോസ്റ്റ് ചെയ്യും എന്നല്ലാണ്ട് ലൈക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് ഒരു അങ്ങനെ ഒരു ആളല്ല. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ഒട്ടുമില്ല. അതുകൊണ്ടാണ് കുറെ പേർക്കും ഇത് ഡൗട്ട് ആരാ പാടിയത് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്താ തമിഴ് ഇപ്പൊ ഞാനിങ്ങനെ ചില സ്ഥലത്തൊക്കെ പെരിയോനെ ഞാനാണെങ്കിൽ പെരിയോനെ പറഞ്ഞിട്ട് അത് കുറച്ച് മുമ്പ് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മള് അതിലും നിങ്ങൾ നല്ല കണക്റ്റഡ് ആണ്. അതെ.
പ്രോഗ്രാംസും ഒരുമിച്ച് ചെയ്തു തുടങ്ങിയല്ലോ അല്ലെ? അത് കുറച്ച് ഇപ്പൊ ചെയ്തു തുടങ്ങി. സ്റ്റേജ് ഷോസ്, ഗാനമേള അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ നമ്മള് അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഏകദേശം ചില ഇതില് ഇപ്പൊ മെലഡി നൈറ്റ് എന്നൊക്കെ പറഞ്ഞ നമ്മള് ഓക്കെ യെസ് എന്നൊക്കെ നമുക്ക് അതിനോട് ചില ഇതിനോടൊരു പ്രത്യേക. അപ്പൊ നമ്മളിപ്പോ ഈ റീസെന്റ് പാലക്കാട് ഒരു മെലഡി നൈറ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് ഫുള്ളി ഇൻടു ഇറ്റ് എന്നുള്ളതായിരുന്നു, കാരണം ഇഷ്ടമുള്ള എല്ലാ പാട്ടുകളും പാടാം. അപ്പൊ പിന്നെ പാട്ടുകാരെ ചൂസ് ചെയ്യണത് നമ്മൾ തന്നെ ലിസ്റ്റ് കൊടുക്കും. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ലൈക്ക് ബാക്ക് ടു ഇതെന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അതെ, പിന്നെ നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് ഷോസ് അങ്ങനത്തെ ഒക്കെ ചെയ്തു. അങ്ങനെ ജിത്തിന്റെ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാ? ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് സോങ്സ്? ആള് കുറച്ചും കൂടെ ലൈക്ക് എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും, നല്ലൊരു ലിസണർ ആണ്. പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ കുറച്ച് മോശമാണ്. ഞാൻ ലിറിക്സ് ലിസണിങ് എന്റെ കുറച്ച് കുറവാണ്. ഞാൻ അപ്പൊ എന്റെ അടുത്ത് ജിന്നേടൻ തന്നെ പറയും, നീ കുറച്ച് പല ടൈപ്പ് പാട്ട് കേൾക്കണം. എന്റെയൊക്കെ എല്ലാം ഒരേ ടൈമിലുള്ള ഒരേ ടൈപ്പ് പാട്ട് കേട്ടത് തന്നെ കേട്ടോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. ചില സമയത്ത് ജിന്നേടൻ പറയണ ഏതെങ്കിലും പാട്ട് വെക്കുമ്പോഴായിരിക്കും ഈ പാട്ട് കൊള്ളാലോ അങ്ങനെ തോന്നുന്നത്. നമ്മൾ കൂടുതൽ പാട്ടിലേക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ്. നമുക്കത് പാടണമെന്ന് തോന്നണമെങ്കിൽ നമ്മളത് കേൾക്കണം കുറെ. അങ്ങനെ കേട്ട് ഇഷ്ടം വരുമ്പോ ഞാൻ ഇത് പാടി എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മള് അത് പാടുക. അപ്പൊ അത് കേട്ടിട്ടില്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യണ്ടെന്ന് അറിയില്ല. അങ്ങനെ പാട്ടുണ്ടോ? ഞാൻ പാടിയ ഈ പാട്ട് എങ്ങനെ ഉണ്ടാവും തോന്നിയ വല്ല പാട്ട് ഇപ്പൊ മനസ്സിൽ ഓർത്ത് വെക്കുമ്പോ അതേത് പാട്ടായിരിക്കും? ഏതൊക്കെയോ പാട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ആ പാട്ട് കവർ ചെയ്തൂടെ, ഈ പാട്ട് കവർ ചെയ്തൂടെ. അത് ഏതാന്ന് എനിക്ക് ഇപ്പൊ ഞാൻ മിക്കവാറും കഴിയുമ്പോ അപ്പൊ ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല, ശ്രദ്ധിക്കും, വെറുതെ മൂളിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് അല്ല ശരി, നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ നേരത്തെ നമ്മുടെ മൈൻഡില് പെട്ടെന്ന് ഈ കുറച്ച് എന്താ പറയാ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ആണെന്ന് തോന്നുന്നു കൂടുതൽ. എനിക്ക് പാട്ടിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ കുറച്ച് ലൈക്ക് പെപ്പി ആയിട്ടുള്ള സാധനങ്ങളില്ലേ, ഞാൻ കുറച്ചൊരു മെലോഡിയസ് രീതിയിലേക്ക് എപ്പോഴും പോറാം. അപ്പൊ ആള് പറയും കുറച്ചും കൂടെ പെപ്പി ആയിട്ടുള്ള, എന്നാ എന്റെ വോയിസ് കുറച്ചും കൂടെ ബോൾഡ് വോയിസാ, മറ്റേ കുറച്ച് ഫോൾസ് വോയിസ് അങ്ങനെ എടുത്ത് പാടാനുള്ള പാട്ടുകൾ ഞാൻ പാടി എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പം അങ്ങനെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള കുറച്ച് പെപ്പി ആയിട്ടുള്ള പാട്ടുകൾ നിനക്ക് ഇഷ്ടമാവുമല്ലോ, അപ്പൊ നിനക്ക് ഇഷ്ടമാണല്ലോ അങ്ങനത്തെ. അപ്പൊ കുറച്ച് സ്പീഡ്, കുറച്ച് പെപ്പി ആയിട്ടുള്ള നല്ല സോങ്, കുറച്ച് ഹാപ്പി. എന്റെ ഒരു ഇത് കുറച്ച് സാഡാണ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റുഡിയോയിലൊക്കെ പാടാൻ പോകുമ്പം നല്ല നല്ല സന്തോഷം, നല്ല ലവ് സോങ് ആണെങ്കിലും എന്റെ മുഖം ഇങ്ങനെ ഇരിക്കും. അപ്പം സൗണ്ട് എഞ്ചിനീയർ ചേട്ടൻ പറയും, നിനക്ക് എല്ലാത്തിനും സങ്കടമുണ്ടോ, നീ ചിരിച്ചു പാടുന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ പാട്ടിലും കുറച്ച് സങ്കടം കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് പണ്ടത്തെ പാട്ടിലധികം ഒരു എല്ലാത്തിനും ഒരു സങ്കടം ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ കേൾക്കുന്നതും അങ്ങനത്തെ പാട്ടുകളാണ് മിക്കതും. അപ്പൊ പറയും നീ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഈ ലവ് സോങ് നമ്മള് ഡ്യുവറ്റ് സോങ് റെക്കോർഡ് ചെയ്യുമ്പോ എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അപ്പൊ നീ ഒന്ന് ചിരിച്ചു പാടി നോക്കുക. അപ്പൊ നമ്മൾ ആക്ച്വലി ചിരിക്കുമ്പോ നമുക്ക് നമ്മുടെ വോയിസ് വേറെ ആക്ച്വലി. അപ്പൊ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ചിരിച്ചു പാടുമ്പോ ശരിയാണ്, മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കൊരു ഇഷ്ടമുള്ളൊരു പാട്ട്, എല്ലാം ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് അത് ചൂസ് ചെയ്യാൻ വേണ്ടി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. അടിപൊളി. പാട്ട് കേൾക്കുമ്പോ ഭയങ്കര സിമ്പിൾ ആണെങ്കിലും പാടാൻ ഭയങ്കര ടഫാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ മെലഡി ഡീറ്റെയിൽസ് കൊറേ ഇരുന്ന് പഠിക്കാനും കൊറേ നമ്മള് ശ്രദ്ധിച്ച്. പിന്നെ കൊറേയൊക്കെ നമ്മള് റിയാലിറ്റി ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാന്ന് തോന്നുന്നു കുറച്ചും കൂടി നമ്മള് ലൈവ് പാടുന്നതിനേക്കാളും കൊറേയൊക്കെ അന്ന് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പാടുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ പഠിച്ചിപ്പോ എന്തിന് പാടാൻ പഠിച്ചാലും
എല്ലാം ഒറിജിനൽ പോലെ തന്നെ. പക്ഷെ അതൊക്കെ കൊറേയൊക്കെ മാറി. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പാടുന്നതും പഴയ പാട്ടുകൾ തന്നെ. അതിനൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവും എനിക്ക് പഠിക്കണമെങ്കിൽ പഴയ പാട്ടുകൾ തന്നെ പാടണം എന്നുള്ളതാണ്. പക്ഷെ ലൈക്ക് ഈവൻ എനിക്കൊക്കെ ഇംപ്രവൈസ് ചെയ്യാൻ തന്നെ പേടിയാ. നമ്മള് ഇനി ഒന്നാമത്തെ കാര്യം അത് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേജിൽ അത് വീഴണം മര്യാദയ്ക്ക്. പിന്നെ അത് എല്ലാവരും മനസ്സിലുള്ള അത് ലൈക്ക് ഒറിജിനലിനെ മോശമാക്കുന്ന പോലെ ആവൂന്നുള്ളൊരു ടെൻഷൻ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈവൻ ഞാൻ എന്റെ ഏത് കവർ എടുത്ത് നോക്കിയാലും അത് ഞാൻ ആ ഒറിജിനലിൽ എങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെ പാടിയേക്കും. പക്ഷെ ലൈക്ക് കുറെ പേർക്ക് അതല്ല അവരുടെ പെർസ്പെക്റ്റീവ്. ഇപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ കവർ പാടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കവർ ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ആക്ച്വലി. പക്ഷെ എന്റെ ചില ആൾക്കാർ അതിന്റെ സോളിനെ കളയാണ്ട് ചെറിയ ഞാൻ സട്ടിലായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തും. പക്ഷെ മോസ്റ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ഈവൻ ലിറിക് ആണെങ്കിലും മാറിപ്പോരുതെന്ന്, മാറിപ്പോയാൽ അത് ഭയങ്കര പ്രശ്നമാണെന്നുള്ളൊരു അത് ചെറുതിലെ അങ്ങനെ പഠിപ്പിച്ച് ആ എല്ലാ ഡീറ്റെയിലും കുത്തിയിരുന്ന് കേട്ട് റിപ്പീറ്റ് ചെയ്ത്. അമ്മയുടെ കൂടെയും പാട്ടുകൾ പാടിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോഴും അമ്മയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഒരാളും കൂടെ ഉണ്ടല്ലോ ഫോഴ്സ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ നമ്മള് കൺവിൻസ് ചെയ്ത് വീണ വായിക്കും അല്ലേ? അമ്മ വീണ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ വായിക്കാറില്ല. പക്ഷെ അമ്മയ്ക്ക് അറിയാം. പണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മ RLVയിലൊക്കെയാ പഠിച്ചത്. അപ്പൊ അങ്ങനെ അവർക്ക് മറ്റേ സബും മെയിൻ വോക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വായിക്കും. ഇപ്പൊ ഗാനമേള ഷോസ് അല്ലെങ്കിൽ എല്ലാം ഇത് അല്ലാത്തൊരു പൂർണ്ണശ്രീ എങ്ങനെയായിരിക്കും ഓഫ് സ്ക്രീനില് എന്ന് പറഞ്ഞാ എന്താ പറയാ ഹോബീസ് ഇതല്ലാണ്ട് പാട്ടല്ലാതെ എന്തൊക്കെയാ വേറെ? പാട്ടല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലീനിങ്. അതിനിടയ്ക്ക് കുക്കിങ്ങിന്റെ കുറെ സംഭവങ്ങൾ കണ്ടല്ലോ. കുക്കിംഗ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു കാര്യം. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഒരു ഇതല്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അല്ല അതിന് മുന്നേ അമ്മയൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി അമ്മ ഉണ്ടല്ലോ. പിന്നെ ഇത് പിന്നെ വേറെ പക്ഷെ ഓപ്ഷൻ ഇല്ലല്ലോ. ജിതിൻ ചേട്ടൻ ഒറ്റയ്ക്ക് കുറെ വർഷം താമസിച്ചത്. അപ്പൊ എല്ലാം അറിയാം. കുക്ക് ചെയ്യും. പിന്നെ എല്ലാം അറിയാം. അപ്പൊ ഞാൻ ആദ്യം കല്യാണം കഴിച്ച സമയത്ത് അറിയില്ലല്ലോ കഴിക്കണമല്ലോ എന്തെങ്കിലും. ഇതാണ് ഇങ്ങനെയാണ് അതെന്താ നടക്കില്ല. പിന്നെ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ നമുക്ക് കുഴപ്പമില്ല. ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്തായാലും അതൊരു ബേർഡൻ ആയിട്ട് വരും. പിന്നെ എനിക്കിപ്പോഴും മടിയൊക്കെ ഉണ്ടാവും ചില സമയത്ത്. പക്ഷെ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ജിതിൻ കോമഡി ആയിട്ട് വന്നു ദൈവത്തോർത്ത് രാത്രി എക്സ്പെരിമെന്റ് ചെയ്ത്. കാരണം രാത്രി ഞാൻ എപ്പോ എക്സ്പെരിമെന്റ് ചെയ്താലും അത് കുളമാവും എങ്ങനെയെങ്കിലും. അപ്പൊ പിന്നെ 10, 10:30, 11 മണി വരെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യും. പിന്നെ സ്വിഗ്ഗി വരാൻ പിന്നെ അപ്പൊ ഞാൻ ഉച്ചയൊക്കെയാണ് ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാറ്. ഉച്ച സമയങ്ങളിൽ രാവിലെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്കിപ്പോ ലൈക്ക് അങ്ങനെ ഭയങ്കര ബിരിയാണി അങ്ങനെയൊക്കെ അല്ല, നോർമൽ നമ്മുടെ ഒരു ഫുഡ് തന്നെ അത്യാവശ്യം വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊരു കൊള്ളാം ഞാൻ ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു. പക്ഷെ എന്നാലും എനിക്ക് എന്റെ കൊറേ സമയം കുക്കിങ്ങിലേക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല. നമ്മള് മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ തന്നെ നിന്ന് ചെയ്ത് ആ ഒരു സോണിലേക്ക്. കുക്കിംഗ് അല്ലെങ്കിൽ പിന്നെ ക്ലീനിങ് ആണ് അടുത്ത ഹോബി. ഇഷ്ടമുള്ള ഹോബി എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റില്ല. ഒരു മനസമാധാനം കിട്ടും ക്ലീൻ ചെയ്യുമ്പോ. അതെന്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അറിയാം. കാരണം അത് ഭയങ്കര ചെറുതിലെ ദേഷ്യം വരും അങ്ങനെ മെസ്സേജ് ഇട്ട് കാണുമ്പോ വരും. ദേഷ്യം വരും മീൻസ് അങ്ങനെ ഭയങ്കര വയലന്റ് ആവുന്ന വെച്ചാൽ ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആവും. ആക്ച്വലി അങ്ങനെ ഏതൊരു സിനിമ ഉണ്ട് ഫ്ലവർ ഒക്കെ ഇങ്ങനെ ശരിക്കും. അത് എന്റെ ഏകദേശം അങ്ങനത്തെ ഒരു അങ്ങനെ എല്ലാം അത്ര ലെവലൊരു ഇതില്ല. പക്ഷെ സ്റ്റിൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം കാണണം. അതല്ലാണ്ട് പിന്നെ യൂസ് ടു എന്നുള്ള സാധനം യോഗയൊക്കെയാണ്. യോഗയൊക്കെ ഞാൻ അത്യാവശ്യം ചെറുതായിരുന്നപ്പോ പാട്ടല്ലാണ്ട് സ്കൂളിൽ അത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേർന്നതൊക്കെ യോഗയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് അതാണ്. പിന്നെ എനിക്ക് പാട്ടല്ലാണ്ട് എന്താ അറിയാന്ന് ചോദിച്ചാൽ എനിക്ക് മേ ബി എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ അല്ല, പക്ഷെ അത്യാവശ്യം ഞാൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു യോഗ. അപ്പൊ നിങ്ങളുടെ ബ്രീതിങ് ഇപ്പൊ മെഡിറ്റേഷൻ അത്യാവശ്യം ഞാൻ സ്കൂളിൽ അതെ. അപ്പം എനിക്ക് പിന്നെ ഇഷ്ടമുള്ള എന്താ വേറെ എന്ന് വെച്ചാൽ എനിക്ക് അത് ഇഷ്ടമാണ്. ട്രാവലിംഗ് അറിയില്ല എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ആ ഒരു കാര്യത്തില് സെയിം. ഇന്ന് ഇഷ്ടമൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ, വേറെ സ്ഥലത്തൊക്കെ പോവാൻ. പക്ഷെ കണ്ടിന്യൂസ് ഒരു ട്രാവൽ അങ്ങനെ ഫ്രീക്സ് അല്ല രണ്ടുപേരും. കുറച്ച് വീട്ടില് കുറച്ചകത്തിരുന്ന് ചില്ല് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വേറെ ഒന്നും വായിക്കില്ല. ഇൻസ്ട്രുമെന്റ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. വയലിൻ
വയലിനാണ് മെയിൻ ആയിട്ട് ആക്ച്വലി പഠിച്ചത്. വയലിൻ എനിക്ക് ബേസിക്സ് ഒക്കെ വായിക്കാൻ അറിയാം. അത് ചെറുതിലെ പാട്ട് പഠിക്കുമ്പോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് നമ്മളെ പഠിച്ചാൽ മതിയല്ലോ. വയലിൻസ് ടഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്. വയലിൻ നമ്മള് ഗീതമൊക്കെ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ടച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു പോയിന്റില് മാറിപ്പോയപ്പോ. പക്ഷെ ഇപ്പോഴും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വയലിൻ പഠിച്ച് വായിക്കണം എന്നൊക്കെ ഉള്ള. അപ്പൊ ഞാൻ ചെന്നൈയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് പൊടിതട്ടി എടുക്കണം. നമുക്കൊരു തമിഴ് പാട്ട് ഇഷ്ടമുള്ള തമിഴ് പാട്ട് പാടിയാലോ? കുറച്ചൊരു ഡിഫറെന്റ് ജോണറിൽ പിടിക്കുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ അനുപല്ലവിന്ന് പാടാം. ഓക്കെ. വാലിപ്പോടുമേ വാടയൂ കൂടുമേ സാമിയെ കൂടിനാൽ സങ്കടോടുമേ. വാലിപ്പോടുമേ വാടയൂ കൂടുമേ സാമിയെ കൂടിനാൽ സങ്കടോടുമേ. தயக்கமாகாது தாமதம் கூடாது ஜீவன் தான் வாடது வாங்களே. அருள் தரும் திறக்கடலே தவிக்குது ஏன் உடலே. மோகம் தீரா மோக்ஷம் தாராயோ வேணாண்டி அம்பள பாவம். வாங்காத என்னோட சாபம் அடி வேடாண்டி அம்பள பாவம். வாங்காத என்னோட சாபம் கலையாது ஏத்தவம் அடியே. இறங்காது பாய் மரக்கொடியே வேணாண்டி அம்பள பாவம். வாங்காத என்னோட சாபம். கண்ணை திறக்கணும் சாமி கைய பிடிக்கணும் சாமி. கண்ணை திறக்கணும் சாமி கைய பிடிக்கணும் சாமி. இது வானம் பார்க்கற பூமி வந்து சேர்ந்து நடக்கல சாமி. கண்ணை திறக்கணும் சாமி கைய பிടിക്കணும் സാമി. ഇപ്പൊ ആ ഒരു ഫീൽ അധികം ഇടാൻ പറ്റുന്നില്ല. ചെറുതായിരുന്നു. നല്ല ഓപ്പൺ ത്രോട്ടിൽ അത് പാടി. നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മൾ പറയില്ലേ നമ്മളെ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ പെറ്റ്സിന് എന്നുള്ളത്. വീട്ടിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഡോഗ് ലവർ ആണ് തോന്നുന്നത്. എനിക്ക് ആദ്യം ഞങ്ങള് ഒരു ഡാഷ് ഉണ്ടായിരുന്നു, കുഞ്ഞു എന്നായിരുന്നു പേര്. അവനിപ്പില്ല. പിന്നെ ഇപ്പൊ ഒരു ബീഗിൾ ഉണ്ട്. അത് ആക്ച്വലി ചേച്ചിയുടെ ഹസ്ബൻഡും അവരാണ് മേടിച്ചത് ആക്ച്വലി. അപ്പൊ അവന്റെ പേര് ജാങ്കോ. ജാങ്കോയ്ക്ക് ഇഷ്ടമാണോ പാട്ടൊക്കെ? ആക്ച്വലി നമ്മളിപ്പോ പാട്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവൻ ഭയങ്കര ചെറുതായിരുന്നു, ഇപ്പൊ ഭയങ്കര കുസൃതിയായിരുന്നു. ബീഗിള് ഭയങ്കര നോട്ടിയാണല്ലോ പൊതുവെ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യണ സ്ഥലത്ത് അവിടെ വന്ന് ഇങ്ങനെ കളിക്കും. അപ്പൊ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവനെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. പക്ഷെ ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോ, ഞാൻ വീഡിയോ എടുത്ത സമയത്ത് അവൻ അത്രയും നേരം എന്തിന്റെയോ പുറകെ ഓടി നടക്കായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ അവന് എനിക്ക് തോന്നുന്നു അമ്മ ക്ലാസ് എടുത്തിട്ടൊക്കെ അവന് ഈ പാട്ടായിട്ട് ഭയങ്കര പറയാൻ പറ്റില്ല. ഡെയിലി പാട്ട് കേട്ടിട്ടെന്ന് തോന്നുന്നു. അത് ആ സമയമാകുമ്പോ ചിലപ്പോ അവർക്കും അവരുടെ ഡെയിലി കേൾക്കണോണ്ട് ഫേവറേറ്റ് പാട്ടും ഉണ്ടാവും. ഏതെങ്കിലും പാടുന്ന പാട്ട് ചിലപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പിന്നെ ലൈക് നമ്മുടെ വോയിസിനോടൊരു ഫെമിലിയാരിറ്റി വരുമ്പോ ചിലപ്പോ അതൊക്കെ എനിക്ക് അറിയില്ല. കുഞ്ഞു പിന്നെ പൊതുവെ ഭയങ്കര ശാന്തൻ പാവമായിരുന്നു. കുഞ്ഞു ഭയങ്കര സൈലന്റ്. ഡാഷുണ്ട് ആക്ച്വലി അവരുടെ ബ്രീഡ് ആക്ച്വലി ഭയങ്കര എന്താ മറ്റേ ഹണ്ടിങ് സീനൊക്കെ അവര് വീടുകളിൽ നമ്മള് പിന്നെ ഭയങ്കര കൊഞ്ചിച്ച് അത്രയും സോഫ്റ്റ് അവൻ. അപ്പൊ അവൻ പൊതുവെ ഭയങ്കര എപ്പോഴും ശാന്തത. ഇവൻ ഇടയ്ക്ക് ഇങ്ങനത്തെ സാഹചര്യങ്ങളും അതല്ലെങ്കിൽ ഭയങ്കര കളിയാണ്. അപ്പൊ അത് ആക്ച്വലി ഇവര് ഭയങ്കര ഒരു വലിയ പാർട്ടാണ് ലൈഫില്. അല്ലെങ്കിലും പെറ്റ്സ് ഇവര് പറഞ്ഞ പോലെ ഡാഷുണ്ട് ഇപ്പൊ കുഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് ഫീൽ മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിലപ്പോ ചില ആൾക്കാർക്ക് തോന്നില്ല ഇനി ഒരു പെറ്റിനെ വെക്കണം. കാരണം ഇല്ല, ഞാനൊക്കെ എപ്പോഴും പറയാം എന്റെ ലൈഫിൽ ഇനി ഒരു പെറ്റില്ല. ഞാനെപ്പോഴും പറയാം 2025 എന്റെ ഒരു എല്ലാം കൊണ്ടും ഭയങ്കര ഒരു, കാരണം കുഞ്ഞു പോയത് 2025 അപ്പൊ ആ ഒരു ഗ്രീഫ് നമ്മള് ശരിക്കും ഒരു ആള് പോയ അതേ ഒരു നമ്മുടെ വീട്ടിലുള്ള ഇപ്പൊ നമ്മളൊരു 4-5 പേരിൽ ആ ഒരാള് പോയ ഒരു സെയിം അവസ്ഥ. അത് പക്ഷെ മേ ബി പുറത്തുനിന്ന് ഒരാൾക്ക് അത് മനസ്സിലാവില്ല. പെറ്റ്സ് ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മള് ചിലപ്പോ പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ് വന്നാൽ അവര് പോകുമ്പോ നമുക്കൊരു മനുഷ്യൻ പോയ പോലത്തെ അതേ അവസ്ഥ. അപ്പൊ 2025 ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോഴും പറയും, ഓഫ് എനിക്ക് ആ ഒരു വർഷം
ലൈക്ക് ഫൊഗെറ്റ് എന്നുള്ളൊരു ഇതുള്ളൊരു എല്ലാം ഇപ്പൊ ജോലി ആ ഒരു പ്രശ്നം എല്ലാം കൊണ്ടും. അപ്പൊ ശരിക്കും ഒരു 2026 എനിക്ക് ശരിക്കും ഒരു ന്യൂ ബിഗിനിങ്, എനിക്ക് ഭയങ്കര എല്ലാം കൊണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആയിരുന്നു. നമുക്ക് റാപ്പിഡ് ഫയർ ചെറുതായിട്ടാണ്, വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഏർലി മോർണിംഗ് പ്രാക്ടീസ് ആണോ ലേറ്റ് നൈറ്റ് പ്രാക്ടീസ് ആണോ കൂടുതൽ ചെയ്യണത്? പ്രാക്ടീസ് ചെയ്യാറില്ല. ഇൻ ബിറ്റ്വീൻ വല്ല സ്ഥലവും സമയം നോക്കാറുണ്ടല്ലോ. അതെ, പ്രാക്ടീസ് ആക്ച്വലി ഒരിടയ്ക്ക് ഇല്ല. ഞാൻ ഓൾറെഡി പറയാലോ ബൈ നൗ എന്താന്നുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാനതൊരു പ്രാക്ടീസ്. അപ്പം അങ്ങനെ കള്ളത്തരം കാണിക്കുക, അത് പ്രാക്ടീസ് അല്ല. നീ അതല്ലാത്ത ടൈമിൽ പ്രാക്ടീസ് ചെയ്യണതാണ് പ്രാക്ടീസ്. കുട്ടികളെ കേൾക്കണ്ട, ടീച്ചർ. ഞാൻ അവരോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞല്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ ഇരിക്കാറില്ല. ചിലപ്പോ ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇല്ലേ, ആ സമയത്ത് ഞാൻ നല്ലോണം ഒരു പാട്ട് പഠിക്കാൻ, അതാണ് എന്റെ പ്രാക്ടീസ്. അതല്ല ആക്ച്വലി റൈറ്റ് മെത്തേഡ്. പക്ഷെ ഞാനിപ്പോ ആ സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ഒരു ലോകത്തായിരുന്നു. ഇനി അവിടെ നിന്ന് വരണം. ഈ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഫിലിം മെലഡി കേൾക്കാനാണോ ഏറ്റവും ലൈക്ക് പാടാനാണോ ഇഷ്ടം ഈ പെട്ടെന്ന് മീൻസ് മൂഡ് ഓഫ് ഉള്ള സമയത്തൊക്കെ? ഇത് അങ്ങനെയാണ് മെലഡി അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ഓർ റെക്കോർഡിംഗ്? പിന്നെ ഫേവറേറ്റ് ടൈം ടു സിംഗ് മോർണിംഗ് ഓൺ? അത് നമുക്ക് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുമല്ലോ, ടൈം വെച്ചിട്ട് പാടും. ഇല്ല അങ്ങനെ ഇല്ല. വൺ സോങ് യു നെവർ ഗെറ്റ് ടയർഡ് ഓഫ് സിംഗിങ്? ഉരുസനം. ഞാൻ പണ്ട് തൊട്ട് ഇപ്പോഴും പാട്ടത്, നമുക്കതൊരു നാലുവരി. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുവും ഏനോ പൊറിയലയേ. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുവും ഏനോ പൊറിയലയേ. അതൊട്ടും ടയർഡാവാറില്ല പാട്ട്, എത്ര വേണമെങ്കിലും? ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പാടുന്ന കുറച്ച് പാട്ടുകൾ. മറ്റേതൊക്കെ പഠിച്ച് പാടും എന്നല്ലാണ്ട് അതിൽ കൂടുതൽ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീ ഓർ കോഫി ബിഫോർ സിംഗിങ് അങ്ങനെ എന്തെങ്കിലും എടുക്കാറുണ്ടോ? ബിഫോർ സിംഗിങ് എന്നല്ല, ഞാൻ ഭയങ്കര ടീ കോഫി പേഴ്സണാ. ആണോ? ടീയും കോഫി രണ്ടും? അത് ലൈക്ക് വീട്ടിലാണെങ്കിൽ ടീ, പുറത്താണെങ്കിൽ ഫിൽറ്റർ കോഫി. ചെന്നൈയാവുമ്പോ പിന്നെ ഫിൽറ്റർ കോഫിയുടെ മെയിൻ സ്ഥലമാണ്. ഞാൻ രണ്ടിനും അഡിക്റ്റ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനിക്കത് ലൈക്ക് വേണം എന്നുള്ളൊരു ഇല്ല. വൺ സിംഗർ ഹൂ ഇൻസ്പയർസ് യു ദ മോസ്റ്റ്? ജാനകി പണ്ടത്തെ സിംഗേഴ്സ് ആയിരിക്കണം. അങ്ങനെ ഇൻസ്പയർ അങ്ങനെ പറയാൻ ലൈക്ക് എല്ലാ ആൾക്കാരും അറ്റ് ഡിഫറെന്റ് പോയിന്റ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളായിട്ടൊരു ഇൻസ്പിറേഷൻ ഇല്ല ആക്ച്വലി. എനിക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ വരുന്ന മൊത്തത്തിൽ പേഴ്സണാലിറ്റി ഒക്കെ, നമുക്ക് എല്ലാം കൊണ്ടും ഇവരെ ക്യാരി ചെയ്യുന്ന എങ്ങനെ അങ്ങനെയൊക്കെ തോന്നുമ്പോ ഉള്ള ഇഷ്ടം. അതും കുറെ പേരുണ്ട്. ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജാനകിയമ്മ അങ്ങനെ ഈവൻ ഇപ്പൊ യങ്സ്റ്റേഴ്സ് അങ്ങനെ. എനിക്കിപ്പോ ചിലപ്പോ വെറുതെ ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്കൊരു അഡ്മിറേഷൻ വരില്ല. അങ്ങനെ പല ആൾക്കാർ പല ഡിഫറെന്റ്. എന്താ പറയാ, റാപ്പിഡ് ഫയർ കഴിഞ്ഞു. സിനിമ മൂവീസ് ഒക്കെ കാണാറില്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ ഏറ്റവും സ്പെൻഡ് ചെയ്യുന്നത് സിനിമ സിനിമ എല്ലാം. എനിക്കിഷ്ടം റോം കോം അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള. പിന്നെ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനത്തെ ഇഷ്ടമാണ്. മലയാളം. ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് ഒക്കെ ആരാ? ഫേവറേറ്റ് ആക്ടർ ലാലേട്ടൻ ഫാൻ. ഓക്കെ. ഓഫ് കോഴ്സ്. ആക്ട്രസ് അങ്ങനെ ഉർവശി ചേച്ചി. ഞാൻ കുറച്ചൊരു എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ ചിലപ്പോ ഇപ്പോഴത്തെ ചില സിനിമയൊക്കെ കാണുമ്പോ അതിലെ ചില ആക്ടേഴ്സിനെയൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഫേവറേറ്റ് ആവാറുണ്ട്. പക്ഷെ ലൈക്ക് ഓൾ ടൈം
ഇവരൊക്കെ തന്നെ. ഇപ്പോഴത്തെ ന്യൂജൻ സോങ്സ് ഒക്കെ കേൾക്കല്ലോ. ന്യൂജൻ സോങ്സ് പറഞ്ഞെങ്കിൽ അത്ര വലിയ ഓൾഡ് എന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് പണ്ട് പാടി. പണ്ട് ചെറുപ്പം മുതലേ പഴയ പാട്ടുകളോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇങ്ങനെ വന്നത്. പണ്ടത്തെ ചെറുപ്പം മുതൽക്കേ ഓൾഡ് ആൾക്കാരുടെ മീൻസ് ഓൾഡ് മെലഡീസ് ആണ് ഇഷ്ടം. അപ്പൊ അത് ന്യൂജൻ കുട്ടികളുടെ പാട്ട് ന്യൂജൻ ആയിട്ടുള്ള കുട്ടി കേൾക്കുന്നില്ലേ? ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് അങ്ങ് നമ്മൾ ഇടാറില്ലെങ്കിലും നമ്മള് കേൾക്കാറുണ്ട്. ലൈക്ക് അതൊക്കെ അപ്ഡേറ്റഡ് ആണ്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ കുറെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ അച്ഛൻ അമ്മ. അച്ഛന്റെ പേര് ഹരിദാസ് എന്നാണ്. അച്ഛൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റില്. അച്ഛൻ പാട്ട് ആസ്വദിക്കും. അച്ഛൻ പാട്ട് പാടില്ല. അച്ഛൻ പാട്ട് ഞങ്ങളുടെ അടുത്ത് മാത്രം പാടും. അച്ഛനായിരുന്നു എന്നെ മെയിൻ കൊണ്ട് നടക്കുന്ന ആൾ. അച്ഛൻ എന്നെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ലിറ്റിൽ മാസ്റ്റേഴ്സ് തുടങ്ങിയപ്പോ തൊട്ട് അച്ഛന്റെ മിക്കൊരു ടൈം മേ ബി ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം അച്ഛൻ ഫുൾ നമ്മള് ലൈക്ക് വൈകുന്നേരം ആയ പ്രോഗ്രാം എന്നുള്ളൊരു ഇത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും ഫുൾ കൊണ്ട് നടന്നത് അത് നമ്മൾ എവിടെയൊക്കെ പോയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ പറയും ലൈക്ക് ഫുള്ള് കറക്കമായിരുന്നു ഫുൾ ഒരു ടൈമില്. അപ്പോ അച്ഛനൊരു മേജർ പാർട്ട് ഓഫ് മൈ ലൈഫ്. ആ ഒരു ടൈമില് ഫുൾ നമ്മുടെ ജേർണി ഫുൾ ടുഗെദർ ഇങ്ങനെയായിരുന്നു. ജേർണി ഫുൾ നമ്മൾ പ്രോഗ്രാമിന് പോവാ, തിരിച്ചു വരിക, പ്രോഗ്രാമിന് പോകുമ്പോ ഇങ്ങനെ അതിന്റെ ഡിസ്കഷൻ അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് അച്ഛന് പാട്ടായിട്ടുള്ള ഏറ്റവും. പിന്നെ ആഫ്റ്റർ മാരേജോട് കൂടിയിട്ട് ഒന്നുകൂടെ അതെ. പിന്നെ അമ്മയുടെ പേര് ശ്രീരഞ്ജിനി എന്നാണ്. അമ്മ ആക്ച്വലി ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയായിരുന്നു. അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു ക്ലോസ് ടു ഒരു 25 years. പിന്നെ അമ്മ റിസൈൻ ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങി മ്യൂസിക് സ്കൂളായിട്ട്. പിന്നെ അമ്മ ഇപ്പൊ ഫുൾ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിട്ട് ടീച്ചിങ് ആണ് ഫുൾ. പിന്നെ എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ചേച്ചി ആർക്കിടെക്ട് ആണ്. ചേച്ചി കാനഡയിലാണ് സെറ്റിൽഡ് ആയിട്ട്. ചേച്ചി പാട്ട് പാടും. ചേച്ചി പാടും. ചേച്ചി ആക്ച്വലി ഒരു ടൈം വരെ കോമ്പറ്റീഷനും സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. പ്രോഗ്രാംസിനൊക്കെ പാടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ചേച്ചിയുടെ ഇൻട്രസ്റ്റ് വേറെ ഇങ്ങനെ ഡിസൈനിങ് അങ്ങനത്തെ ആർക്കിടെക്ചർ ആണ് ആള് പഠിച്ചതൊക്കെ. ഇപ്പൊ കാനഡയിലാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് സൈലേഷ് എന്നാണ് പേര്. ചേട്ടൻ ബിസിനസ് മാൻ ആണ്. അപ്പൊ അങ്ങനെ പിന്നെ ചേട്ടൻ ജാങ്കോ അതൊക്കെയാണ് എന്റെ ഫാമിലിയില്. അമ്മ, അച്ഛൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഒരു വാവയുണ്ട്. ചേച്ചി പാടും. ചേച്ചി പാടും. ആക്ച്വലി എല്ലാരും പാടും. അപ്പൊ അങ്ങനെ പാടും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഫാമിലി. കുഞ്ഞു ആയിരുന്നു മെയിൻ. ആയിരുന്നു അല്ല ആണ് ആക്ച്വലി. ഇനി ഡ്രീം പ്രൊജക്ട്സ് എന്തൊക്കെയാണ് അപ്കമിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഡ്രീം പ്രൊജക്ട് ആണെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഒരു പ്രയോറിറ്റി മെയിൻ ആയിട്ട് ലേണിംഗ്. എന്റെ ഒരു മ്യൂസിക് ലേണിംഗ് എനിക്കൊന്ന് കറക്റ്റ് ആക്കണം എന്നുള്ളൊരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കുറെ ടൈം എനിക്ക് പഠിക്കാനും കുറെ ഒക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇനി എന്തായാലും കുറെ ഒരു ടൈം എനിക്ക് ലേണിംഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ക്ലാസ്സസ് എനിക്ക് ഞാനൊരു ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് അതിൽ കുറെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതെന്തായാലും കണ്ടിന്യൂ ചെയ്യും ഞാൻ. ബാൻഡ് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൂടെ ഷോസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു തോട്ട് വരും. പക്ഷെ അതങ്ങനെ ഒരു എന്താ പറയാ കൺഫേം ആയിട്ട് നമ്മളിത് ചെയ്യും എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ എൻക്വയറീസ് വരുന്നത് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് നമ്മൾ പോയി ചെയ്യുന്നുണ്ട് ഷോസ് ഒക്കെ. പിന്നെ അതല്ലാണ്ട് എനിക്കിങ്ങനെ ചെറുതായിട്ട് കമ്പോസ് ചെയ്യാനൊക്കെ ഇഷ്ടം. അപ്പൊ ഞാൻ 2-3 ഒറിജിനൽസ് പോലെ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇങ്ങനെ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ അങ്ങനെ ഭയങ്കര കമ്പോസർ അങ്ങനെയല്ല, പക്ഷെ ഒരു ഇഷ്ടമാണ് പാട്ടല്ലാണ്ട് പിന്നെ ചെയ്തിട്ടുള്ളതും. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് ആക്ച്വലി ലിറിക്സ് എഴുതിയതാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങനെ കമ്പോസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓർക്കസ്ട്രേഷൻ ഒക്കെ വിട്ടുകൊടുത്തേക്കാണ്. അപ്പൊ ഞാനിങ്ങനെ അത് മേ ബി ഈ വർഷം ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം എന്റെ ഒരു അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ഒരു ബിഗ് സ്റ്റെപ്പ് വുഡ് ബി അത്. എന്തെങ്കിലും ഇങ്ങനെ വെറുതെ കവേഴ്സ് ആയിട്ട് പാടിയിടാന്നല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് ചെയ്തത് അതായിരിക്കും മേ ബി. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. കമ്പോസർ ഉള്ളില്. കമ്പോസർ ഉണ്ടോന്ന് ഇങ്ങനെ ചുമ്മാ ട്യൂണൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ ഭയങ്കര മെയിൻ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് ആ കുട്ടി ലിറിക്സ് ചെയ്ത് തന്നപ്പോ ചെയ്യാനൊരു
വൈ നോട്ട് ട്രൈ. ഗിവ് ഇറ്റ് ട്രൈ. കുറെ നാളായല്ലോ എന്തായാലും. പിന്നെ എല്ലാം കൊണ്ടും ബാക്ക് ടു ഒരു ട്രാക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇറ്റ്സ് എ ഗുഡ് ടൈം ടു സ്റ്റാർട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ചെയ്തു. അപ്പൊ ഇനി അത് ഫുള്ളായിട്ട് ഒരു പാട്ടായിട്ട് വരുമ്പോ നോക്കാൻ അല്ല, വീട്ടിൽ നിന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ ആള് വീട്ടിലുള്ളോട്ട് പിന്നെ ധൈര്യമായിട്ട് തുടങ്ങാം. അതെന്താ ആ ഒരു സപ്പോർട്ട് ഉള്ളത്. ഈ വോയിസിന് എന്തെങ്കിലും വോക്കൽ ഹൈജീൻ എന്താ ചെയ്യണേ? ഞാനോ ഒന്നും ചെയ്യാതില്ലല്ലോ. ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. നല്ലതാ. കാരണം അത് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയത് പിന്നെ അത് നല്ലത്. പക്ഷെ ചില സമയത്ത് അങ്ങനെ പണി കിട്ടാറുണ്ട്. അപ്പൊ ഈ ചില സമയത്ത് വാട്ടർമെലനൊക്കെ കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ചില സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാതെ വരില്ല. അല്ലാണ്ട് മറ്റേ ഐസ്ക്രീം കഴിക്കില്ല അങ്ങനെയൊന്നും. അത് നല്ല. പക്ഷെ പ്രോഗ്രാമിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോ അതിന് മുമ്പ് കുറച്ച് നോക്കുന്നതല്ല. കാരണം നമുക്ക് എപ്പോഴാ ഇത് വരിക. പിന്നെ അതുകൊണ്ട് ആ ഒരു സംഭവം മോശമാവാണ്ടിരിക്കാൻ കുറച്ചൊക്കെ കെയർ എന്നല്ല. പക്ഷെ ത്രൂ ഔട്ട് അങ്ങനെ ഒരു നോക്കാറില്ല. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിങ്ങും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ സ്റ്റേജ് നിൽക്കുമ്പോഴൊക്കെ. അതൊക്കെ എങ്ങനെയാ ചൂസ് ചെയ്യണതൊക്കെ? കാരണം ഞാൻ ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു സാരി കുറച്ച് അഡിക്ഷൻ കൂടിയോ എന്നൊരു. പക്ഷെ നല്ല രസമുണ്ട്, ഭയങ്കര എലഗന്റ് ആൻഡ് ഗ്രേസ്ഫുൾ ലുക്കാണ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടം സാരി. ഞാനായിട്ട് ആക്ച്വലി പോയി എനിക്ക് അങ്ങനെ കുറെ സാരി ഒന്നും മേടിച്ചു. പക്ഷെ അമ്മയുടെ സാരി എല്ലാം ഞാനിപ്പോ, അമ്മ ടീച്ചറായിരുന്നല്ലോ, അപ്പൊ അമ്മയുടെ ഇങ്ങനെ കുറെ യൂസ് ചെയ്യാത്ത ഇപ്പൊന്നും യൂസ് ചെയ്യാത്ത കുറെ, അപ്പൊ ഞാൻ അതിന് ബ്ലൗസ് സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ ഇപ്പൊ റീസെന്റ് ചെയ്ത ഷോക്ക് ഞാൻ ആലോചിക്കും, ഞാൻ ഇന്നേ വരെ അങ്ങനെ സാരി ഉടുത്തിട്ടൊരു ഷോ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോ ഞാൻ സാരി ലവർ പോലെ ഉണ്ടല്ലോ, ഭയങ്കര ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാരീസ്. സാരി ആണ് കംഫർട്ടബിൾ. ഞാൻ അങ്ങനെ സാരി ഷോപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല, അത്ര വലിയ വിവരമില്ല സാരീനെ പറ്റി, അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ അമ്മയുടെ മിക്കവാറും ഇസ്കാറ്. എന്തായാലും നല്ലൊരു 1 hour അല്ല, മോർ ദാൻ ഞാനും ഇന്റർവ്യൂ പോലെ തോന്നാത്തോണ്ട് ഇങ്ങനെ എന്തൊക്കെയാ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. ഇന്റർവ്യൂ പോലെ ചോദിക്കാൻ എനിക്കും അറിയില്ലാത്തോണ്ട് ആക്ച്വലി നല്ല കോൺവെർസേഷൻ ആയിരുന്നു. അങ്ങനെ പോവാനേ എനിക്കും അറിയുള്ളൂ. നമ്മളിങ്ങനെ എഴുതി കൊടുന്ന് പറഞ്ഞ് സംസാരിക്കാനൊന്നും ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. അടുത്ത ഇന്റർവ്യൂ എന്താണെങ്കിലും ഒരു കമ്പോസറൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഒന്നുകൂടെ ഇരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പൊ ഇനി അടുത്ത കുറച്ചും കൂടെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്ന് മാറ്റി ഒരു കമ്പോസർ ലെവലും കൂടി ഇനി പിടിക്കാം. അപ്പൊ ഇനി വരുന്ന എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു ഡേ തന്നതിന് ഒരു താങ്ക് യു ഫോർ യുവർ ടൈം ഓൾസോ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഓക്കെ, താങ്ക് യു.